Hi friends, foodsofidukkiയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചിക്കൻ കബാബ് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് 1 കിലോ ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ ചിക്കന്റെ ബ്രസ്റ്റ് പീസ് ആണ് എടുത്തിരിക്കുന്നത്. കുറച്ച് എല്ലോട് കൂടിയ പീസ് ആണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ചിക്കന്റെ ബ്രസ്റ്റ് പീസിനടുത്തുള്ള നേരിയ എല്ല് ഉണ്ടല്ലോ, അത് ഞാൻ ഇതിലാക്കി ഇട്ടിട്ടുണ്ട്. ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇത് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ ഈ ചിക്കൻ കഴുകി വെള്ളം വാലാൻ വെച്ചിട്ടുണ്ട്. ചിക്കൻ നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ കബാബ് മസാല ചേർത്ത് കൊടുക്കുവാണ്. ഈ കബാബ് മസാലയിൽ ഉപ്പ് ഒക്കെ നന്നായിട്ട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ എക്സ്ട്രാ ഉപ്പ് ഇതിന് ടേസ്റ്റ് നോക്കിയിട്ട് മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇതുപോലെ ഒരു ചെറിയ പാക്കറ്റ് കബാബ് മസാലയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് 30 ഗ്രാമാണ് ഈ കബാബ് മസാല. ഒരു 10 രൂപയുടെ പാക്കറ്റാണിത്. ഇങ്ങനൊരു കബാബ് മസാലയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുപോലൊരു പാക്കറ്റ് പൊട്ടിച്ച് എടുത്തിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് ചെയ്യാനുള്ള റെസിപ്പി ആയതുകൊണ്ടാണ് ഇങ്ങനെ റെഡിമെയ്ഡ് പൗഡർ യൂസ് ചെയ്യുന്നത്. ഉപ്പ് ലാസ്റ്റ് കുറവുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഞാൻ ഈ ചിക്കനിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുകയാണ്. ചിക്കനിലെ മസാല ഒന്ന് നന്നായിട്ട് കോട്ടാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. ഈ കബാബ് മസാല മാത്രമാണെങ്കിലും കുഴപ്പമില്ല. എരിവും ഉപ്പും ഒക്കെ കബാബ് മസാല നന്നായിട്ടുണ്ട്. നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് മാത്രം എക്സ്ട്രാ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു മുട്ട നമുക്ക് പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. ഒരു 1/4 ടേബിൾ സ്പൂൺ മാത്രം മല്ലിപ്പൊടി ഒന്നും ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അടുത്തായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നിറച്ച 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 2 ടേബിൾ സ്പൂൺ മല്ലിയില നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ വെക്കാം. അരമണിക്കൂർ സമയം ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റെങ്കിലും വെച്ച് കൊടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് വളരെ കുറച്ച് ഉപ്പിന് മാത്രമേ കുറവുള്ളൂ. അപ്പോൾ ആ ഒരു ഉപ്പ് മാത്രം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയും ഉപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ആ ചിക്കനിലും മസാല നന്നായിട്ട് തിരുമ്മി വെച്ചിട്ടുണ്ട്. അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഒരു ചെറിയ പാനിൽ ഞാൻ എണ്ണ തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ചിക്കൻ മിക്സ് ചെയ്ത് വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട്. നമുക്കിത് വറുത്തെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഒരു 2 തണ്ട് കറിവേപ്പില എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അടുത്തായിട്ട് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ചിക്കൻ 2 സൈഡും നന്നായിട്ട് മൊരിഞ്ഞ് വരണം. ഇനി ചിക്കൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു മീഡിയം തീയിലിട്ടിട്ട് ചിക്കൻ വേവിച്ചെടുക്കണം. ചിക്കൻ്റെ ഉൾഭാഗമൊക്കെ വെന്ത് കിട്ടേണ്ടതാണ്. പെട്ടെന്ന് അങ്ങ് തീ കൂട്ടിയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പുറം കരിഞ്ഞു വരും. ഉൾഭാഗം വെന്ത് കിട്ടത്തില്ല. മൊരിഞ്ഞു വരട്ടെ. ഈ ചിക്കൻ മൊരിഞ്ഞിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. അല്പം മല്ലിയില, അല്പം ചോപ്പ് ചെയ്ത് സവോള ഒക്കെ വെച്ചിട്ട് നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഗാർണിഷ് ചെയ്യാം. ഈ സവോളയൊക്കെ കൂട്ടി ചിക്കൻ കഴിക്കണം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ചിക്കൻ കബാബിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വരെ. ടേക്ക് കെയർ. ബൈ.